ഇന്നാൾ മേടിച്ച അതേ മീനാണ് കേട്ടോ. ഇതിൻ്റെ പേര് ഇവിടെ പ്ലാങ്ക് എന്നാണ് പറയുന്നതാണ് കേട്ടോ. പ്ലാങ്ക് എന്നൊക്കെ പണ്ട് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ മീനാണ് കേട്ടോ. ഒരെണ്ണം ഞാൻ കഴിച്ച് നോക്കാൻ വേണ്ടി എടുത്ത് വെച്ചിരിക്കുന്ന കേട്ടോ. എന്നാ ടേസ്റ്റാണെന്നറിയോ. പിന്നെ ഇതാ കുറച്ച് വറുക്കാനുണ്ട്. പിന്നെ ഇതാ കുറച്ച് വറുക്കുന്നു. പിന്നെ അതിൻ്റെ എന്താണ് തല മാത്രം എടുത്തിട്ട് നമ്മളൊരു തലക്കറിയും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കേ, ഇനി കുറച്ച് അതിൻ്റെ മീൻ മുട്ട ഇരിക്കുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് ലാസ്റ്റ് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്കതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമേ. അത് നമ്മൾ ഒരു സൈഡിൽ ഇങ്ങനെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒരു സൈഡ് വേവിച്ചെടുത്ത് എന്നിട്ട് നമ്മളത് തിരിച്ചിട്ട് വേവിച്ച് പിന്നെ ഈ സൈഡ് രണ്ട് വേവിക്കണം കേട്ടോ. അങ്ങനെ കുറച്ച് അധികം ടൈം എടുത്തെന്നാൽ കുറച്ച് ഓയിലാണ് നമ്മൾ വറുത്തെടുക്കുന്നത്. ഓയിൽ വളരെ കുറവാണ്. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്, വെളിച്ചെണ്ണയല്ല. പിന്നെ ഈ സൈഡ് നമുക്ക് അടച്ച് വെച്ച് വേവിക്കുമ്പോൾ അതിൻ്റെ ആ നമ്മുടെ എന്താണ് വേപ്പേഴ്സും കൂടെ കിട്ടുമ്പോൾ അതിൻ്റെ ചൂടിൽ അതിന് നിന്ന് വെന്തോളും. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമേ. ഞാനതിനകത്ത് ചേർത്തേക്കുന്ന മസാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കറിവേപ്പില, കാന്താരി മുളക്, വെളുത്തുള്ളി, ഇത് മൂന്നും കൂടി ഒരു ഫുൾ വെളുത്തുള്ളി എടുത്തിട്ടോ. അത് മൂന്നും കൂടി നമ്മൾ ചെന്നായിട്ട് ചതച്ചിട്ട് പിന്നെ ബാക്കിയുള്ള പിന്നെ പുളി, നമ്മുടെ വാളംപുളി പിഴിഞ്ഞ വെള്ളവും കൂടെ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പം ഇതും നമ്മുടെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ് ഇതിനകത്തോട്ട് ഇത് മിക്സ് ചെയ്ത് നന്നായിട്ട് എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ മസാല വൃത്തിയാക്കിയ മീനിലേക്ക് മസാല തേച്ച് കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പം കറിവേപ്പിലയുടെയും എന്താണ് പുളിയുടെയൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റും മണവും ഉണ്ട് കേട്ടോ കറിക്ക്, നമ്മുടെ വറുത്തതിന്. പിന്നെ ഇതാ വെളുത്തുള്ളി ഉണ്ട് ഇതിനകത്ത് ഇൻസൈഡായിട്ടിരിക്കുന്ന ആ വെളുത്തുള്ളിയുടെ ഒരു ടേസ്റ്റ് ഒരു പ്രത്യേകതയാണ്, ഭയങ്കര ടേസ്റ്റാണേ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചപ്പോൾ നമ്മൾ വറുക്കാണ് ചെയ്തത്, കറി വെക്കാണ് ചെയ്തത്. തേങ്ങ വറുത്തരച്ച് കറി വെച്ചു കേട്ടോ. പക്ഷെ അത് ഒട്ടും മസാല പിടിച്ചില്ല. അതെനിക്ക് തോന്നുന്നു ഞാൻ വെച്ച തേങ്ങ വറുത്തതിനകത്ത് കുറച്ച് ഇച്ചിരി വെള്ളം കൂടുതലുണ്ടായിരുന്നു. മാത്രമല്ല അന്ന് എടുക്കരുത്, പിറ്റേന്ന് എടുത്ത് കഴിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. അപ്പോൾ എനിക്ക് തോന്നുന്നു പുളിമുളക് വെക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നുന്നു കേട്ടോ. പിറ്റേന്ന് എടുക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ പുളി പിടിച്ച് കിട്ടും, പുളിയും എരിയും ഒക്കെ പിടിച്ച് കിട്ടും, ഉപ്പൊക്കെ പിടിച്ച് കിട്ടും. അപ്പോൾ ഇന്ന് അതുകൊണ്ടാണ് മേടിച്ചപ്പോൾ വറുത്തത്. അപ്പോൾ ഈ മീൻ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. താങ്ക് യു.